ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 5 സെൻറ്റ് സ്ഥലം, 4 ബെഡ്റൂം, 4 ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നമ്മളിന്ന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കക്കോടി ഒറ്റത്തെങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ സിറ്റി ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 500-700 മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കോമ്പൗണ്ട് വാളുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത മുറ്റാണ്, കിണറുണ്ട്. നല്ല അടിപൊളി ഫാൻസി ടൈപ്പ് വീടാണ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഈ വീടിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗേറ്റ് ഓൾറെഡി ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗേറ്റും വെച്ച് തരും. എല്ലാ പണിയും കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. നല്ല ചാൻസ് ഉള്ള വീടാണ്. കാരണം 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ പുറത്തൊരു ബാത്റൂം ഉണ്ട്, കിണറുണ്ട്, ചുറ്റുമതിലുണ്ട്, ഇൻ്റർലോക്ക് ഉണ്ട്, ഗേറ്റ് ഉണ്ട്. ഇത് കൂടാണ്ട് 2 നില കൂടാണ്ട് 3ാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസും ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിനുള്ളത്. ഇനി 3ാമത്തെ നിലയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 2 ബെഡ്റൂം ഉണ്ടാക്കാനുള്ള സ്പേസ് അത്രയും ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സൗകര്യമുള്ള വീടാണ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മുറ്റത്തൊക്കെ ഒരു 2 ഇന്നോവ കാർ നിർത്തിയിട്ടാലും സ്പേസ് ബാക്കിയാണ്. ആ രീതിയിൽ മുറ്റുണ്ട്. അതുപോലെ തന്നെ ആ കാണുന്നത് താട്ട റോഡാണ്. താട്ട റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വെള്ളം നല്ല അടിപൊളി വെള്ളമാണ്. നല്ല പറമ്പായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വെള്ളമാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ജനവാതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നല്ല അടിപൊളി ജനവാതിലാണ്, മരത്തിൻ്റെ ജനവാതിലാണ്. അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്ന ഇവിടെയൊക്കെ ഫുള്ള് ഇതുപോലെയുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ടൈലാണിത്. ഈ ഡിസൈനൊക്കെ നല്ല പൈസ വരുന്ന ഡിസൈനുകളാണ് ചെയ്തിട്ടുള്ളത്. മുന്നിൽ ആ പില്ലറിൻ്റെ ടൈലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ്. അതൊക്കെ ഭയങ്കര റേറ്റ് കൂടിയ ടൈൽ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ഇടതുവശത്തൂടെ പോകുമ്പം ഇവിടെയൊക്കെ പുറത്തേക്ക് ഒരു പ്ലഗൊക്കെ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ മരത്തിൻ്റെ ജനവാതിൽ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നല്ല ജനവാതിലാണ്. ഇതൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് കുളൂസാക്കി വെച്ചതല്ല. ഇപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മളെടുത്ത് ഇതിൻ്റെ ഫിനിഷിംഗ് വർക്ക് വരുമ്പോൾ ഒന്നുകൂടി പെയിൻ്റ് അടിച്ച് ക്ലിയർ ആക്കും. പക്ഷേ അല്ലാതെ ഇതിൻ്റെ ഒറിജിനൽ കളറാണ് കാണുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് കിണർ കാണാൻ പറ്റും. ആ കിണറിൻ്റെ മുകളിൽ കൂടെ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. കാരണം അത്രയും ക്ലിയർ ആക്കിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കിണറിലെ വെള്ളമൊക്കെ നമുക്ക് നല്ല അടിപൊളി വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കിണറൊക്കെ നല്ല രീതിയിൽ കെട്ടിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പുറത്തുള്ള ബാത്റൂമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ വീടിൻ്റെ പിറകുവശത്തെ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിലൊക്കെ നല്ല മരത്തിൻ്റെ ജനവാതിലാണ്. ഇപ്പം ചില ആൾക്കാരൊക്കെ ബാക്കിലൊക്കെ സിമൻറ്റിൻ്റെ ജനവാതിലൊക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും, വീട് ഫുൾ മരത്തിലാണ് ജനവാതിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ബാക്കിലും ഇടതുവശത്തൊക്കെ ഒരു അത്യാവശ്യം ഒരാൾക്ക് നടന്നു പോകാൻ വിധത്തിലുള്ള സ്പേസ് മാത്രമാണുള്ളത്. മാക്സിമം മുന്നിലാണ് സ്പേസ് ഉള്ളത്. ഒരുപാട് ലൈറ്റുകളുണ്ട് കേട്ടോ. ഈ കാണുന്ന ഈ സൈഡിലൊക്കെ ഫുള്ള് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൈറ്റ് പോയിന്റുകളുണ്ട്. ഈ കാണുന്ന ഈ സൈഡിലൊക്കെ സൺഷെയ്ഡിൻ്റെ മുകളൊക്കെ ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് രാത്രിയിൽ ഒരു അപാര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ല നിങ്ങൾ, അവിടെയൊക്കെ ഫുള്ള് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ലൈറ്റിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് ആയിട്ടില്ല. ഫിനിഷിംഗ് വർക്ക് ആകുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആക്കി വൃത്തിയാക്കിയിട്ട് തരും. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിലൊക്കെ കുറച്ച് ഇൻറ്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ജനവാതിലൊക്കെ കണ്ടാൽ തന്നെ അറിയാം, നല്ല സൂപ്പർ ജനവാതിലാണ്. അതൊക്കെ ഒന്നുകൂടി പെയിൻ്റ് അടിക്കാണ്ട് കേട്ടോ. ഒക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ ഒന്നുകൂടി ഒരു ഉഷാറായി വരാണ്ട്. പുറത്തൊരു ബാത്റൂം, ഒരു ചെറിയൊരു ബാത്റൂം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടൈലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ കിച്ചണിൻ്റെ ഉള്ളിൽ കൂടിയാണ് കയറാൻ പോകുന്നത്. നേരെ നമ്മൾ കിച്ചണിൽ കയറുമ്പം തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇത് വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയക്കൊക്കെ എത്ര സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും നല്ല സ്പേസ് ഉള്ള മാതിരി എനിക്ക് തോന്നി. സാധാരണ വീടുകളിലെക്കാട്ടും കുറച്ചൊരു സ്പേസ് വർക്ക് ഏരിയക്കുണ്ട്. ഇവിടെ നമുക്ക് പുകയില്ലാത്ത അടുപ്പ്, ഇടത് ഭാഗത്തൊരു സ്പെഷ്യൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസും കാണാൻ പറ്റും. അതുപോലെ തന്നെ പുകയില്ലാത്ത അടുപ്പിൻ്റെ പിന്നെ അവിടെ ഒരു പോർഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിലേക്ക് വരുന്നത്, ഇതാണ് യഥാർത്ഥ കിച്ചൺ വരുന്നത്. ഒരു റൂമിൻ്റെ വലുപ്പമുള്ള കിച്ചൺ തന്നെയാണ്. കിച്ചണിൻ്റെ ഫുള്ള് വാളുകൾ ഫുള്ള് ടൈലാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഡോറും നല്ല ഭംഗിയുള്ള ഡോറാണ്. കണ്ടില്ല, ഈ സൈഡ് ഫുള്ള് ഒരാളെ ഹൈറ്റിൽ ഫുൾ ടൈലാണ് ഇട്ടിട്ടുള്ളത്. അത് നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചണും വർക്ക് ഏരിയയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല നീളം കൂടിയ 4 കള്ളിയുള്ള ജനവാതിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2 വാഷ് ബേസിൻ ഉണ്ട്. നല്ല രീതിയിൽ വെളിച്ചം കയറുന്ന രീതിയിലാണ് കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു
ഒരു വെളിച്ചം വീതിയൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉപയോഗിച്ച മെറ്റീരിയൽസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മരത്തിൻ്റെ ഇതിപ്പം കിച്ചൻ്റെ ഡോറാണ്. നല്ല അടിപൊളി പ്ലാവിൻ്റെ ഡോറാണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാവിൻ്റെ ഡോർ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ സ്വിച്ചൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഉള്ളിൽ കയറുമ്പം തന്നെ കാണുന്ന വലിയൊരു ഹാളാണ്. ഹാളിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് സ്റ്റെയർ കേസ് നിർമ്മിച്ചിട്ടുണ്ട്. സ്റ്റെയർ കേസൊക്കെ ഒരു മിതമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസ് 3ാമത്തെ നിലയിലേക്കും പോകുന്നുണ്ട് കേട്ടോ. ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറിന് 1ാമത്തെ ഫ്ലോറിലേക്ക്, പിന്നെ 2ാമത്തെ ഫ്ലോറിലേക്കും പോകുന്നുണ്ട്. മൊത്തം ഒരു 3 നിലയുള്ള രീതിയിലാണ് വീട് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതുപോലെ പർഗോള ഡിസൈൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്കുള്ള ഈ പേപ്പർ, ഈ പഴയ പേപ്പർ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു സെറ്റപ്പാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ ഒരു വീട്ടിൽ ഇങ്ങനത്തെ സ്പേസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് ഈ കുറച്ച് കച്ചറ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, നമുക്ക് ഉപയോഗിക്കാത്ത കിടക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനൊരു സ്പേസ്, ഒരു പ്രത്യേക സ്പേസ്, അവിടെ ഒരു ഡോറ് ഫിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഇത് എനിക്ക് തോന്നി കേട്ടോ. അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ മുകളിലാണ്, അത് ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മുകളിലത്തെ നില കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ 2 ബെഡ്റൂം ഉണ്ട്, ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ മുകളിലത്തെ 2ാമത്തെ നിലത്തെ 2 ബെഡ്റൂമാണ് കാണിക്കുന്നത്. ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ടൈല് നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ്. അതുപോലെ തന്നെ 4 കള്ളി ജനവാതിലാണ് വരുന്നത്. നല്ല മരത്തിൻ്റെ ജനവാതിലാണ്. ഇവിടെ ഈ കാണുന്ന ഡോറ് നമ്മൾ സാധാരണ ഡോറാട്ടോ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ബാത്റൂമാണ്. നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം തന്നെ. ബാക്കി മരത്തിൻ്റെ ജനവാതിലൊക്കെ അടിപൊളി ജനവാതിലാണ്. റൂം ഒരു സ്റ്റാൻഡേർഡ് വലുപ്പം എന്ന് പറയാൻ പറ്റുള്ളൂ. ഓവർ വലുപ്പമുള്ള റൂമൊന്നല്ല, എന്നാലും ഇപ്പോൾ പുതിയ വീടുകളിൽ കാണുന്ന ഒരു സ്റ്റാൻഡേർഡ് വലുപ്പം റൂമിനുണ്ട്. അതുപോലെ മുകളിൽ വിശാലമായിട്ടുള്ള ഹാളുണ്ട്. ഈ കാണുന്ന 2ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ പെയിൻറ്റിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വിശാലമായിട്ടുള്ള, നേരത്തെ കണ്ടതിനെക്കാട്ടും കുറച്ചുകൂടി വലുപ്പവും സൗകര്യമുള്ള ഒരു ബെഡ്റൂം മാതിരി തോന്നി. താഴെ ഭാഗത്തൊക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻവശത്ത് നമുക്ക് റോഡ് കാണാൻ പറ്റും. അതായത് റൂം നല്ല അത്യാവശ്യം വലുപ്പമുണ്ട്. അറ്റാച്ച്ഡ് ബെഡ്റൂം ആട്ടോ. ഈ വീടിന് 4 ബെഡ്റൂം ഉണ്ടെങ്കിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. കണ്ടില്ലേ, ബാത്റൂമും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈലൊക്കെയാണ്. ഇപ്പം ഇതിപ്പോൾ 2ാമത്തെ നിലേൻ്റെ മുകളിൽ ഇവിടെ ഇതൊരു ഓപ്പൺ ടെറസ് ആട്ടോ. ഇത് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു 5ാമത്തെ ഒരു ബെഡ്റൂം ഉണ്ടാക്കാനുള്ള സ്പേസ് ഇവിടെ താഴത്തെ നിലയിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഓപ്പൺ ഇത് ഞാൻ കാണിച്ചു തരാം. അതായത് മുകളിലത്തെ ബാൽക്കണി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ 2 ബെഡ്റൂമാണ്. ഇനി 3ാമത്തെ നിലയ്ക്കുള്ള സ്റ്റെയർ കേസ് കയറിയിട്ട് അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഉണ്ടോ, നല്ല വിശാലമായിട്ടുള്ള ഒരു സ്പേസ് 2ാമത്തെ നിലയിലും ഉണ്ട്. ഈ 3ാമത്തെ നിലയിലേക്ക് സ്റ്റെയർ കേസ് ഇട്ടത് 5 സെൻറ്റ് സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പം ആൾക്കാർക്ക് നിൽക്കാനിരിക്കാനൊക്കെ കുറച്ചൊരു സ്പേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 3ാമത്തെ നിലയിൽ സ്റ്റെയർ കേസ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബെഡ്റൂം ഉണ്ടാക്കാം. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ വരെ ഇതുപോലെ പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ചെറിയ സ്പേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതും നല്ല പ്ലാവിൻ്റെ ഡോറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും താഴത്തേക്ക് നോക്കുമ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മുകളിൽ ഉള്ളൊരു ഡോറാണ്. ഇവിടുന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ മുകളുള്ളത്. ഞാനിപ്പോൾ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത്. നല്ല അടിപൊളി വ്യൂ കേട്ടോ. നമ്മൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ സൂര്യൻ്റെ ഒരു നമ്മളെ മുഖത്തേക്ക് അടിക്കുന്ന രീതിയിലാണ് കിടക്കുന്നത്. കണ്ടില്ലേ, എൻ്റെ നേല് കണ്ടില്ലേ. ഈ 3ാമത്തെ നിലയിലുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പർഗോളാൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ലൈറ്റാണ്. ഒരു 10-50 ലൈറ്റ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും. അത്രയും ലൈറ്റുകൾ ഈ വീടിന് വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ മോഡൽ ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ലൈറ്റുകൾ വരുന്നത്. ഇവിടെ മുകളിലത്തെ നില കണ്ടില്ല, ഇവിടെ നമുക്ക് വേണം ഒരു ബെഡ്റൂം ഉണ്ടാക്കാം. കാരണം അത്രയും നല്ല ഉറപ്പിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. മുകളിൽ കണ്ടില്ലേ, ഇതിൻ്റെ താഴത്ത് ഞാൻ കാണിച്ച ആ ഒരു റൂമാട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് അവിടെ റൂം ആക്കട്ടോ. അങ്ങനെ വേണമെങ്കിൽ ഒരു 5-6 റൂമുള്ള വീട് വേണമെങ്കിൽ ആക്കാൻ പറ്റും. അത്രയും സ്പേസ് ഈ വീടിനുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ ലൈറ്റുകളാട്ടോ. ഈ കാണുന്നൊക്കെ ലൈറ്റുകളാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി കണ്ട, മുകളിലത്തെ മരം വരെ നല്ല ക്വാളിറ്റി ഉള്ള മരമാണ്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഒക്കെ പ്ലാവാട്ടോ. മുകളിലൊക്കെ വേണമെങ്കിൽ ഒരു തട്ടിപ്പ് മരമൊക്കെ വെച്ചാൽ മതി. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള മരമാണ് വെച്ചിട്ടുള്ളത്. അതും ഈ ഡോർ ഹാൻഡിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അതിലൊന്നും ഒരു ഇതും വെച്ചിട്ടില്ല.
ഒക്കെ നല്ല ക്ലിയർ സാധനം തന്നെ നമുക്ക് തരാൻ പോകുന്നത്. അപ്പം വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വീടാട്ടോ ഇത്. ടൈലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ടൈൽ തന്നെയാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ 3 നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് അത്യാവശ്യം നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് ഇനി ഇവിടെ ഓപ്പൺ ടെറസ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ 2ാം നിലത്തെ ഓപ്പൺ ടെറസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ ഓപ്പൺ ടെറസ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പോയിൻ്റ് ആട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ സൂര്യൻ്റെ വെളിച്ചമൊക്കെ അങ്ങോട്ട് അടിക്കുന്നുണ്ട്. നമുക്ക് റോഡ് കാണാൻ പറ്റും മുന്നിൽ. അതുപോലെ ഇവിടെ ഒരു നല്ല രസമുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ മരത്തിൻ്റെ ഒരു കാഴ്ച, ജനവാതിലിൻ്റെ ഒക്കെ ഒരു കാഴ്ച എന്നാൽ അങ്ങനത്തെ കാഴ്ച കേട്ടോ. നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഈ ജനവാതിലും ഈ വാതിലൊക്കെ ഡിസൈൻ ഉണ്ട് കേട്ടോ. ഇത് 2ാം നിലത്തെ ഇതാണ്. അതൊക്കെ ഒരു പ്രത്യേക ഡിസൈനിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല കട്ടിയുള്ള നല്ല ഉറപ്പുള്ള വാതിലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീടിനുള്ളത്. 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ 3ാമത്തെ നിലയിലേക്ക് സ്റ്റെയർ കേസ്, കിണർ, 5 സെൻറ്റ് സ്ഥലം, ഇൻ്റർലോക്ക്, സിറ്റി ബസ് ഇറങ്ങിയിട്ട് ഒരു 600-700 മീറ്റർ ദൂരം. ഇവിടെ ഇതുപോലെ സ്പേസ്, സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ സ്പേസ് ഒക്കെ ഉള്ളൊരു വീടാണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം വിളിക്കുക. ഈ വീടിന് ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. 5 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. താഴത്തെ റോഡ് ഫ്രണ്ടേജിലാണ്. കിണറുണ്ട്. ഒരു 2 ഇന്നോവ കാർ നിർത്തിയിട്ടുള്ള സ്പേസ് മുൻവശത്തുണ്ട്. ഇത് താഴത്തെ ബെഡ്റൂം ഞാൻ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. താഴത്തെ 2 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.